മുഖ്യമന്ത്രി ഇന്ന് തീർത്തും വ്യത്യസ്തനാണെന്നാണ് കരുതുന്നത്. പറയേണ്ട ആവശ്യമുണ്ടോ? അറിയാൻ പാടില്ലേ. മൊത്തത്തിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഭരണത്തിൻ്റെ എല്ലാ കോട്ടങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം ഒരു കഴിവുള്ള മനുഷ്യനായിട്ടാണ് എൻ്റെ ഒരു ഫീലിംഗ്. എൽഡിഎഫും ഭരിച്ചതല്ലേ, ഇവരും ഭരിച്ചിട്ടുണ്ടല്ല, അങ്ങനെ പുത്തനച്ചിമാരായിട്ട് ആരുമില്ല. ശരിക്കും ലീഗും കോൺഗ്രസും ഒന്നിച്ച് ഭരിക്കും. യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ തൊഴിലവസരങ്ങൾ ലഭിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം അവർ കയറിയതല്ലേ ഉള്ളു, ഭരണം തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം എല്ലാ സാവകാശം റെഡിയാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതിയ സർക്കാരും പുതിയ മുഖ്യമന്ത്രിയും ഭരണതലപ്പത്തേക്കേറുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾ ഏറെയാണ്. ബോക്സ് നൗവിൽ ജനം പ്രതികരിക്കുന്നു. ഭരണത്തിൽ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ തൊഴിലവസരങ്ങൾ ലഭിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. കേരളത്തിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസും കോളേജുകളും വരണം എന്ന് തോന്നിയിട്ടുണ്ട്. പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തേക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന്, കലാപരിപാടികൾ നടത്തുന്നതിൻ്റെ സമയം മാറ്റുന്നത്, പിന്നെ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ്റെ ചെറിയ കാര്യങ്ങൾ, പിന്നെ ഫിറ്റ്നസ് കൊടുക്കുന്ന ടാക്സി വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് കൊടുക്കുന്നതിൻ്റെ ക്ഷേമനിധി ഒഴിവാക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയ പുതിയ വരട്ടെ. കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ട് വർഷങ്ങളായല്ലോ. ഇപ്പോഴത്തെ അവർ സിറ്റുവേഷനിൽ അവരുടെ ഭരണം എങ്ങനെ ഉണ്ടാവുമെന്ന് അവർ തന്നെ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കും. വി.ഡി. സതീശൻ വരുന്ന ജനങ്ങൾക്ക് നല്ലതാണ്, നല്ല പ്രതീക്ഷയുണ്ട്. കേരളത്തിൽ നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കും. എല്ലാ മേഖലയിലും വികസനം വരണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് നാട്ടിൽ നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. പുറത്തേക്ക് പോകുന്ന ഒരു ഒഴുക്ക് ഏകദേശം നിന്നമട്ടാണ്. അവർ ഒരു പ്രതിസന്ധിയിലാകാതെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ തന്നെ നിലനിൽക്കാൻ ആവശ്യമായൊരു സാഹചര്യങ്ങൾ ഉണ്ടായാൽ വളരെ നല്ലതാണ്. പെൻഷൻ ആദ്യം തന്നെ കൊടുക്കണം. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യാൻ 3000 രൂപ പെൻഷനും ഫസ്റ്റിലോ കൊടുക്കണം. വണ്ടികൾ മാറ്റം വരുമ്പം അത് യങ്സ്റ്റേഴ്സിന് ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്, നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പുതിയ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് പുള്ളിയുടെ ഓരോ ഇൻ്റർവ്യൂസ്, ഈ സന്തോഷ് ജോർജ് കുളങ്ങര അങ്ങനെയുള്ള ഓരോ കൂടെയുള്ള ബൈറ്റ്സ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഇതിനെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഇതിനു മുമ്പ് തന്നെ. അപ്പോൾ പുള്ളി ചെയ്യുന്നതിൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ അടുത്ത കാലത്ത് ഇതുപോലൊരു ഉറച്ച നിലപാടുള്ള ഒരു നേതാവ് കണ്ടിട്ടില്ല. എനിക്ക് വലിയ രാഷ്ട്രീയ പരിചയമുള്ള ആളല്ല, എങ്കിലും ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഒരു നേതൃത്വ പാടവമുള്ള കപ്പാസിറ്റിയുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ കാലമായില്ലേ ഇടതുപക്ഷം ഭരിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം അവർ നന്നായിട്ട് ഭരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.